വിഷ്ണു, ലതിക വീട്ടിലേക്ക് പോയി. എന്നാലും നീ പറഞ്ഞത് ഇത്തിരി കടുത്ത വാക്കുകളായിപ്പോയി. ഓഹോ, ഞാൻ പറഞ്ഞതാണ് തെറ്റല്ലേ? എന്റെ ബലമായ വിശ്വാസം ലതിയെ കൊണ്ട് ആരെങ്കിലും ഈ കള്ളങ്ങളൊക്കെ പറയിച്ചതായിരിക്കും എന്നാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജോഡി കറക്റ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി അങ്ങനെ കള്ളങ്ങൾ പറയിച്ചതായിക്കൊള്ളുന്നുണ്ടോ? വീട്ടിൽ പോകണമെന്ന് വാശി പിടിച്ചപ്പോ ഞാൻ തന്നെയാ പൊക്കോളാൻ പറഞ്ഞത്. എനിക്കറിയാം നിന്റെ മനസ്സ്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കുറച്ചു ദിവസം കഴിയുമ്പോ നീ തന്നെ ലതിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരില്ലോ. ഇത്രയും വലിയൊരു തെറ്റ് ക്ഷമിക്കാനും മാത്രം വിശാല ഹൃദയനൊന്നും അല്ല ഞാൻ. ഇക്കാര്യത്തിൽ എന്റെ വാക്ക് അവസാനത്തേതാണ്. ഇതിലൊരു കോംപ്രമൈസിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. എക്സ്ക്യൂസ് മീ സർ, ഒരു കാര്യം അറിയിക്കാനുണ്ടായിരുന്നു. എന്താ? ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു ഈ മാസം 27-ന്. സാറ് തീർച്ചയായും വരണം. ഷുവർ. ഒറ്റയ്ക്ക് വന്നാ പോരാ, മിസ്സസിനെയും കൂട്ടി വരണം. കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. വൈഫുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തീർത്തൂടെ സാർ? ഓഫീസ് വർക്ക് ധാരാളം പെൻഡിംഗ് ഉണ്ടല്ലോ. യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. ഈ ഇൻവിറ്റേഷൻ തരേണ്ടത് പോലും ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ട് വേണമായിരുന്നു.